എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കാലത്തിനു ശേഷം DQവിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ച മലയാള സിനിമയാണല്ലോ ഐ ആം ഗെയിം. ബിഗ് ബജറ്റ് ചിത്രമായ ഈ ചിത്രത്തിലെ നായിക ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ മലയാളത്തിൽ ആദ്യമായി ഈ ചിത്രത്തിലൂടെ പ്രിയങ്ക മോഹനൻ അഭിനയിക്കുന്നു എന്ന റിപ്പോർട്ടുകളായിരുന്നു വന്നിരുന്നത്. എന്നാൽ പകരം പ്രിയങ്ക ചിത്രത്തിൽ നിന്നും പിന്മാറിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പകരം തമിഴിൽ വൻ ആരാധക വൃന്ദമുള്ള കയാതി ലോഹറായിരിക്കും DQവിൻ്റെ പുതിയ ചിത്രത്തിലെ നായികയായി എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 19-ാം നൂറ്റാണ്ട് ഒരു ജാതി ജാതകം ചിത്രത്തിലും കയാതി ലോഹർ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇതിനു മുമ്പ്. മലയാളത്തിൽ വൻ വിജയം നേടിയ RDXന്റെ സംവിധായകനായ നഹാസ് ഹിദായത്താണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് സിനിമയിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണല്ലോ നമ്മുടെ സ്വന്തം മമ്മൂക്ക. ഇപ്പോഴത്തെ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരാൻ ഒരുങ്ങുന്ന അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അതീവ ഗംഭീരമാകാൻ പോവുകയാണ്. ബിഗ് ബജറ്റ് ചിത്രമായ മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷം മലയാളത്തിലെ നിലവിലെ പ്രമുഖ 3 ഡയറക്ടർമാരുടെ 3 കൊമേഴ്ഷ്യൽ ചിത്രത്തിലാണ് മമ്മൂക്ക ഒപ്പുവെക്കാൻ പോകുന്നത്. അതിലൊന്ന് സൂപ്പർ ഹിറ്റ് ചിത്രമൊരുക്കിയ ഫാലിമിയുടെ സംവിധായകനായ നിതീഷ് സഹദേവുമൊത്തുമുള്ള ചിത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞുപോയ മെയ് മാസത്തിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അതിനിടയിലാണ് മമ്മൂക്കക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നത്. രണ്ടാമത് ഉറപ്പിച്ചിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ ചിത്രമാണ്. മൂന്നാമത്തത് ടിനു പാപ്പച്ചൻ ചിത്രം. അങ്ങനെ പ്രതീക്ഷ നൽകുന്ന സംവിധായകരുടെ കീഴിലാണ് മമ്മൂക്ക ഇനി വരാൻ പോകുന്നത്. അപ്പോൾ MM-ന് ശേഷം വരാൻ പോകുന്ന മമ്മൂക്ക സിനിമകളിൽ ഈ പറഞ്ഞ 3 സിനിമകളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സംവിധായകന്റെ ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.